എന്ന കാലിക പ്രസക്തമായ വിഷയമാണ്. നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ നിഖിലമണ്ഡലങ്ങളിലും ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. 14 മുമ്പ് സാഹിത്യ സാമ്രാട്ടുകളുടെ കോട്ടകൊത്തങ്ങളിൽ പ്രകമ്പനത്തിന്റെ വെള്ളികൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാം കടന്നു വന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സുന്ദരമായ പ്രഖ്യാപനം ഉയർത്തിക്കാട്ടിയ, അതിലൂടെ മാനവരാശിയോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് വായനയുടെ അനർഘമായ അന്തരീക്ഷത്തിലേക്ക് സായുജ്യമടയാനാണ് മാലോകരെ ഇസ്ലാം കൈപിടിച്ചാനയിക്കുന്നത്. മാത്രമല്ല, ഇസ്ലാമിന്റെ ഐതിഹാസികമായ ചരിത്രത്തിലേക്ക് നാം വിരൽ ചൂണ്ടുകയാണെങ്കിൽ അത്ഭുതമൂറുന്ന ഇതിഹാസമൂറുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബദറിന്റെ രണാങ്കണത്തിൽ പാവപ്പെട്ട സ്വഹാബത്തുൽ കിറാം പടപൊരുതി അവർ വിജയത്തിന്റെ വെള്ളടികൾ ശ്രദ്ധിച്ചപ്പോൾ അതാ ഒരുപാട് തടവ് പുള്ളികളെ നമുക്ക് ലഭിച്ചു. അങ്ങനെ ആ തടവ് പുള്ളികൾ അവർക്ക് വിട്ടയക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ സ്വഹാബികൾക്ക് എഴുത്തുമായനെയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഏറ്റവും ഉചിതമായ ഒരു നിർദ്ദേശമായിരുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമും ഉയർത്തിപ്പിടിക്കുന്നത് സുന്ദരമായ ധാർമ്മിക വായനാ സംസ്കാരമാണ് എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നാം വിരൽ ചൂണ്ടുകയാണെങ്കിൽ വായനയുടെ സംഭവം പറയുമ്പോൾ ഒരിക്കലും നമുക്ക് കോർഡോവ യൂണിവേഴ്സിറ്റി മറിക്കാൻ സാധ്യമല്ല. അത് ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. കാരണം വായനാ മണ്ഡലങ്ങളിൽ വിപ്ലവത്തിന്റെ വീരഗാഥ രചിച്ച ഒരുപാട് പ്രതിഭകളെ സമുദായത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. ഇബ്നു സീനയും ഗസാലിയും ഇമാം റാസിയും അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ പ്രതിഭാധരന്മാരായ ഒരുപാട് വായനാ മണ്ഡലത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പ്രതിഭകളെ സമുദായത്തിന് സമർപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഇതിൽ അസൂയ പൂണ്ടാണല്ലോ സ്പെയിനിലെ താറുമാറാക്കിയത് ഇവിടുത്തെ ചരിത്രത്തിൽ കാപ്പാലികൾ സ്പെയിനെതിരെ ശക്തമായ സംഹാര താണ്ഡവമാടിയത്. വായനാ സംസ്കാരത്തിൽ വലിയൊരു സമുദായത്തെ ഇസ്ലാം ഇവിടെ ജീവിച്ചപ്പോൾ അതിനെതിരെ ശക്തിയുക്തം പോരാടിയ ഒരു സമൂഹമാണ് ഇന്നത്തെ ചരിത്രത്തിലെ കാപ്പാലികൾ. അതെല്ലാം നമുക്ക് ബോധ്യമായി തരുന്നത്, സ്പെയിനിലെ സംഭവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് സുന്ദരമായ ധാർമ്മിക വായനാ സംസ്കാരം സമുദായത്തിന് സമർപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ് എന്നാണ്. തീർന്നില്ല, നമുക്കറിയാം വർത്തമാന യുഗത്തിൽ ഇത് നമുക്കറിയാം ഏറ്റവും നീചമായ നികൃഷ്ടമായ വായനാ സംസ്കാരമാണ്. വലിയ മുഖ്യധാര മുത്തശ്ശി പത്രങ്ങൾ പോലും സമുദായത്തിന് സമർപ്പിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് ധാർമ്മികമായ വായനാ സംസ്കാരത്തിന് വേണ്ടി ആശ്രാന്തമായി പരിശ്രമിക്കുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനമായ SSFന്റെ മുഖപത്രമായ വിശാല സമൂഹത്തിന് സമർപ്പിക്കുന്നത് സുന്ദരമായ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് അധർമ്മത്തിന്റെ പോർനിലയങ്ങളിൽ വിപ്ലവത്തിന്റെ രാജവീതി രചിക്കാൻ സമുദായത്തെ SSF പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ന് നമ്മുടെ എല്ലാ മേഖലയും അധർമ്മമാധിപത്യം സ്ഥാപിച്ച ഒരു സംഭവമാണ്. എല്ലാ മണ്ഡലങ്ങളും വായന മലീമസമായി മൂലശോഷണം സംഭവിച്ച ഒരു ദാരുണമായ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ധർമ്മത്തിന്റെ പക്ഷത്തിലേക്ക്, അറിവിന്റെ പക്ഷത്തിലേക്ക്, സുന്ദരമായ സംസ്കാരത്തിന്റെ പക്ഷത്തിലേക്ക് മാലോകരെ കൈപിടിച്ചാനയിക്കുന്നതിൽ വിശാല പോലെയുള്ള മാധ്യമങ്ങൾ വളരെ ശുഷ്കാന്തി കാണിക്കുന്നതിൽ തികച്ചും ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട SSFന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, നമുക്കൊരു ദൗത്യമുണ്ട്. വായന മലീമസമായ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ സുന്ദരമായ മേഖലയിലേക്ക്, സാംസ്കാരികപരമായ മേഖലയിലേക്ക്, ധർമ്മത്തിന്റെ മേഖലയിലേക്ക് വായനയെ കൈപിടിച്ചാനയിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിന് SSFനോടുകൂടി വിശാലയോടുകൂടി നമുക്ക് അണിചേരാം. നാദം നടക്കട്ടെ. വസ്സലാമു അലൈക്കും.